മുംബൈ ഹീരാനന്ദാനിയിൽ മലയാളികളുടെ ഐക്യത്തിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഉത്തമ മാതൃകയായി ഹീരാനന്ദാനി കേരളൈസ് അസോസിയേഷൻ. ആഘോഷങ്ങൾക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാംസ്കാരിക സംരക്ഷണവും കൈകോർത്ത സംഘടനയുടെ പുതുവത്സരാഘോഷം ശ്രദ്ധേയമായി. മുംബൈയിലെ പൊന്നൂയിലെയുള്ള ഹീരാനന്ദാനി മേഖലയിൽ താമസിക്കുന്ന മലയാളികളെ ഒരുമിപ്പിക്കുന്ന വേദിയാണ് ഹീരാനന്ദാനി കേരളൈസ് അസോസിയേഷൻ. പരസ്പരം പരിചയമില്ലാതെ താമസിച്ചിരുന്ന 200ഓളം മലയാളി കുടുംബങ്ങളെ ഒരു കുടുംബ കൂട്ടായ്മയായി വളർത്തിയെടുത്തതാണ് സംഘടനയുടെ 19 വർഷത്തെ പ്രവർത്തന മികവെന്ന് സെക്രട്ടറി AN ഷാജി പറയുന്നു. ഞങ്ങൾ ഈ 19 വർഷം എടുത്ത് യഥാർത്ഥത്തിൽ ഈ ഹീരാനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ പബ്ലിക്കിനെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ലെവലിൽ എത്തിക്കാൻ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാത്ത മലയാളികൾ ഇന്നെല്ലാവരും സുഹൃത്തുക്കളായി, ബന്ധുക്കളായി, അവരുടെ കല്യാണത്തിനും ബർത്ത്ഡേക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും ഡെസ്റ്റിനേഷൻ മാറി ഇവിടെ ഉള്ള ഇതേ ഗ്രൂപ്പ് തന്നെ കേരളത്തിൽ പോയി പങ്കെടുക്കുന്നു, തിരിച്ച് ബോംബെയിലും ഒന്നുള്ള റിസപ്ഷൻ എഴുതുന്നു. ഇന്ന് ഈ അസോസിയേഷൻ ഉണ്ടാകാനാണ് ഇത്രയും പേർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാൻ കഴിഞ്ഞത്. ആഘോഷവേദികളിൽ മാത്രമല്ല, സാമൂഹിക ഉത്തരവാദിത്വം ഉയർത്തിപ്പിടിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അസോസിയേഷന്റെ സജീവ സാന്നിധ്യമുണ്ടെന്ന് പ്രസിഡന്റ് തോമസ് ഒലിക്കൽ വ്യക്തമാക്കി. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം തന്നെ ഇതാണ്. നമ്മുടെ കേരളത്തിന്റെ കൾച്ചറും അതുപോലെ നമ്മുടെ കൂട്ടായ്മ പ്രോഗ്രാം നടന്നപ്പോൾ ആളുകൾ നമ്മുടെ ഒരു ബോണ്ടിങ് അത്ര നന്നായിട്ടുള്ളത്. അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഹീരാനന്ദാനിലുള്ള മലയാളികൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് അതിനെച്ചാൽ ഒരു ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി ഉള്ള ഒരു സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ മെയിൻ ഉദ്ദേശം. അതുപോലെ തന്നെ കൂടുതൽ ആളുകളുടെ സഹായങ്ങളോടുകൂടി നമ്മൾ നല്ല കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ ഉദ്ദേശം. മാറിയ ജീവിത സാഹചര്യങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വിപുലമായ ക്യാമ്പയിൻ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘടന. ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ നമ്മൾ ഹീരാനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ നമ്മുടെ ഹീരാനന്ദാനിക്കകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഞങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള അജണ്ട. ഞങ്ങൾക്കിപ്പോൾ ബ്രൂക്ക് ഫീൽഡ് ഒരു ഫ്രീ ആയിട്ട് ഒരു ഓഫീസ് ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓപ്പോസിറ്റ് സൈഡിലെ ഒരു വലിയ ഓഫീസാണ്. ഇത് ടെമ്പററി ആണ്. ഈ ഓഫീസ് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയേ ഉള്ളൂ. അടുത്ത മാസങ്ങളിൽ ഞങ്ങൾ പല ജീവകാരുണ്യ പ്രവർത്തനവും മറ്റുള്ള കമ്മ്യൂണിറ്റി ക്രിയേഷൻ ഇങ്ങനെയുള്ള പല പ്രോഗ്രാമുകളും ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നു. Losing time, I'm fading fast. I just wanna make it last. Try to let go of the past. I close my eyes, embrace the blast. Sleepless nights and headaches stack. Restlessness to hell and back. What's my purpose? What do I grab? A slippery surface. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി വനിതാ വിഭാഗവും യൂത്ത് വിംഗും അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ വേദിയെ ഉത്സവമയമാക്കി. Losing time, I'm fading fast. I just wanna make it last. സാംസ്കാരിക പരിപാടിയിൽ MLA സുനിൽ റാവുത്ത് മുഖ്യാതിഥിയായിരുന്നു. മറുനാട്ടിൽ ജീവിക്കുമ്പോഴും മാതൃഭാഷയും സംസ്കാരവും അഭിമാനത്തോടെ കാത്തുസൂക്ഷിക്കുന്ന മലയാളി സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ MLA പ്രകീർത്തിച്ചു. मलयालम तो नेक्स्ट टाइम पक्का सीख के आऊंगा, मलयालम में भाषा करूं, लेकिन एक अच्छा लगता है कि अपनी लैंग्वेज का अभिमान सबको होना चाहिए. हमको भी ये मराठी का अभिमान. ചടങ്ങിൽ അസോസിയേഷൻ ചെയർമാൻ പോൾ പെരിങ്ങാട്ട്, പ്രസിഡന്റ് തോമസ് ഒലിക്കൽ, സെക്രട്ടറി AN ഷാജി, ട്രഷറർ മാത്യു മാമൻ എന്നിവർ വേദി പങ്കിട്ടു. ഹീരാനന്ദാനി മേഖലയിലെ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ച DR നായർക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് MLA സുനിൽ റാവുത്ത് സമ്മാനിച്ചു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട തന്റെ സേവനയാത്ര വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നുവെന്നും നിരഞ്ജൻ ഹീരാനന്ദാനി നൽകിയ പിന്തുണ വിലമതിക്കാനാകാത്തതാണെന്നും DR നായർ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത്. അതും പ്രത്യേകിച്ച് എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയായ മലയാളി അസോസിയേഷനിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ക്രെഡിറ്റ് ആണ് എന്നെ സംബന്ധിച്ച്. ഇത് ബോംബെയിൽ വെച്ച് കിട്ടുന്നത് അതിലും സന്തോഷം. ഞാൻ 1987 പവേ പ്രൊജക്റ്റിൽ സൂപ്പർവൈസറായിട്ട് വന്നതാണ്. പക്ഷെ അതിനു മുമ്പ് ഹീരാനന്ദാനിൽ 1984 കയറി. ഏകദേശം 41 years ആവുന്ന ഞാൻ ഹീരാനന്ദാനിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അവിടം തൊട്ട് ഇവിടം വരെയുള്ള എൻ്റെ ജൈത്രയാത്ര എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ചലഞ്ചബിളായിരുന്നു. ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എനിക്ക്. ഹീരാനന്ദാനി കേരളൈസ് അസോസിയേഷനിൽ നിന്നുള്ള ഈ അംഗീകാരം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നുവെന്നും നായർ കൂട്ടിച്ചേർത്തു. ചടങ്ങിനോടനുബന്ധിച്ച് സോവനീർ പ്രകാശനവും നടന്നു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തോടെ ഹീരാനന്ദാനി മലയാളികളുടെ ഐക്യവേദി വീണ്ടും സജീവ സാന്നിധ്യമായി. സംഗീതപ്രേമികളുടെ ഹൃദയം കീഴടക്കിയ മുംബൈ മലയാളികൾക്ക് അഭിമാനമായ ശിവശങ്കറും ആഘോഷരാവിനെ ത്രസിപ്പിച്ചു. മുംബൈയിലെ യുവഗായക നിരയിൽ ശ്രദ്ധേയനായ അശ്വിൻ നമ്പ്യാരുടെ ഗാനങ്ങളും ഇമ്പമുള്ളതായി.
വനിതാ വിഭാഗവും യൂത്ത് വിംഗും ചേർന്നൊരുക്കിയ വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് സമ്പന്നമായിരുന്നു ആഘോഷ പരിപാടികൾ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ മഹാരാഷ്ട്രയിലെ വാർത്തകൾ കാണാം.